തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജോലികൾ ചെയ്യുന്ന ഇതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ ജോലിഭാരം അനുഭവപ്പെടുന്നതിനോടൊപ്പമാണ് സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പ് പട്ടിക വോട്ടർ പട്ടിക പരിഷ്കരണവും നടക്കുന്നത്. സ്വാഭാവികമായും ഇത് രണ്ട് ജോലിയും ചെയ്യുന്നതിൻ്റെ വലിയ സമ്മർദ്ദമുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ സർവീസ് സംഘടനകളെല്ലാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ അദ്ദേഹം താൻ ഇതിനകത്ത് സഹായിക്കാൻ കഴിയുന്ന ആളല്ല എന്നും ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രോഗ്രാം ആയതിനാൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വേണം സമീപിക്കാനുമെന്ന് പറഞ്ഞ തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്ന മറുപടിയാണ് സംഘടനകൾക്ക് നൽകിയത്. സ്വാഭാവികമായും ഞങ്ങൾ ഈ വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നിർബന്ധ ബുദ്ധിയോടെ ഇത് നടത്തി തീർക്കുവാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 4-ാം തീയതി ഈ പ്രോഗ്രാം കേരളത്തിൽ ആരംഭിക്കുകയാണ്. നവംബർ 4-ന് ആരംഭിച്ച ഈ പ്രോഗ്രാം ഇവർ ഡിസംബർ 4 വരെ സമയം നൽകിയിട്ടുണ്ട്. അങ്ങനെ സമയം നൽകുമ്പോൾ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികളുള്ള ഉദ്യോഗസ്ഥർക്ക്, അതായത് റിട്ടേണിംഗ് ഓഫീസറുടെയും അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസറുടെയും ഉദ്യോഗസ്ഥരോട് BLO ജോലി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. സ്വാഭാവികമായും 25,000-ൽ പരം BLOമാരുള്ളതിൽ നല്ലൊരു ശതമാനം BLOമാരും ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. ജില്ലാ കളക്ടർമാർ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി പുതിയ ആളുകളെ BLOമാരായി നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചവർക്ക് ആവശ്യമായ ഒരു പരിശീലനവും നൽകുകയുണ്ടായിട്ടില്ല. അങ്ങനെ പരിശീലനം ലഭിക്കാത്ത ഒരു വലിയ വിഭാഗം BLOമാരാണ് 4-ാം തീയതി ഇവർ ഫോറവുമായി ഇറക്കി വിട്ടത്. അങ്ങനെ അവരെ വോട്ടർമാരെ സമീപിക്കാൻ പറഞ്ഞയക്കുമ്പോൾ തന്നെ ഒരു ദിവസം 300 ഫോറം വിതരണം ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവരെ പറഞ്ഞയച്ചു. 300 ഫോറം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഴുവൻ ഫോറങ്ങളും പ്രിൻ്റ് ചെയ്ത് എത്തിച്ചിട്ടില്ലായിരുന്നു. അത് 9-ാം തീയതിയോടുകൂടിയാണ് ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് ഈ എല്ലാ വോട്ടർമാരുടെയും ഫോറം പ്രിൻ്റ് ചെയ്തെത്തുന്നത്. അപ്പോൾ ആദ്യം ദിവസം വിതരണം ചെയ്യാൻ ഇവരെ ഏൽപ്പിച്ച ഫോറം, ഒരു വീട്ടിൽ 5 വോട്ടർമാരുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 2 പേരുടെ ഫോറമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷേ അവരോട് നിർബന്ധപൂർവ്വം പറഞ്ഞു നിങ്ങളിത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 3-4 ദിവസം ഈ ഒരു BLO ഫോറം വിതരണം ചെയ്യാൻ വേണ്ടി ഒരു വീട് സന്ദർശിക്കേണ്ടി വരുന്നു. ഇത് 15-ാം തീയതി കൊണ്ട് അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശവും വരുന്നു. ഒരു ബൂത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 750 മുതൽ 1600 വരെ വോട്ടർമാരുള്ള ബൂത്തുണ്ട്. അപ്പോൾ ഒരു BLO 300 ഫോറം ഒരു ദിവസം കൊടുക്കേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾ രാവിലെ 300 ഫോറത്തിൻ്റെ 2 പകർപ്പുകൾ, അങ്ങനെ 600 ഫോറം, ഇതിൻ്റെ ഡിക്ലറേഷൻ, അങ്ങനെ അത് 300 എണ്ണം. അപ്പോൾ 900 ഫോറവുമായി ഒരാൾ ഇറങ്ങി നടക്കുകയാണ്. ഒരു വീട്ടിൽ ഏറ്റവും ചുരുങ്ങിയത് 10 മിനിറ്റ് ഒരു ഫോറം വിതരണം ചെയ്യുവാനും, ഇപ്പോൾ ഡോറിൽ ബെല്ലടിക്കുന്നു, ഈ ആൾ വരുന്നു, ഈ ഒരു ഫോറം കൊടുക്കുന്നു, അത് പൂരിപ്പിക്കാനുള്ള ഡാറ്റയും ഈ BLO തന്നെ ആ വീട്ടുകാർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ ചിലവഴിക്കാൻ 10 മിനിറ്റിലധികം സമയം ചിലവഴിക്കുന്നു. ഒരു ദിവസം 8 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താൽ 48 or 50 ഫോറങ്ങളായിരിക്കും വിതരണം ചെയ്യാൻ കഴിയുക. അതാണ് പ്രായോഗികമായി സാധ്യമായത്. അങ്ങനെ മനുഷ്യസാധ്യമല്ലാത്ത ജോലി, ഇരട്ടിയിലെയും എത്രയോ ഇരട്ടി അധികം ജോലി ഈ BLOമാരെ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരിൽ വലിയ സമ്മർദ്ദം തോന്നുന്നത്. ഇനി ഇത് മറ്റൊരു ഉദ്യോഗസ്ഥരുടെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, ഇത് കൊടുത്തു തീർക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കൊടുത്തു തീർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡാറ്റ എൻട്രി ചെയ്യുക. മുഴുവനും കൊടുത്തു തീർത്തതായി ഡാറ്റ എൻട്രി ചെയ്ത ശേഷം 15-ാം തീയതിയുടെ അന്ന് മുഴുവനും കൊടുത്തു തീർത്തതായി ഡാറ്റ എൻട്രി ചെയ്ത ശേഷം തിങ്കളാഴ്ച മുതൽ ഇത് കൊടുക്കുകയും തിരികെ വാങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച മുതൽ, ഇന്ന് മുതൽ ഉദ്യോഗസ്ഥർ അമിത സമ്മർദ്ദത്തിലാണ്. കാരണം ഇത് കൊടുക്കാത്തത് മുഴുവൻ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. രാഷ്ട്രീയ കക്ഷികൾ ഇത് കിട്ടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞാൽ ഇത് പരിശോധിക്കപ്പെടുമ്പോൾ കൊടുക്കാതെ തെറ്റായ ഡാറ്റ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവർ ശിക്ഷിക്കപ്പെടുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ഈ കൊടുക്കുകയും വേണം, തിരിച്ച് ഫോറം ഫില്ല് ചെയ്ത് വാങ്ങുകയും വേണം. വല്ലാത്ത ജോലി സമ്മർദ്ദത്തിലാണ് ആ വിഭാഗം ജീവനക്കാർ. 11-ാം തീയതി
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കേരളത്തിലെത്തുകയും കേരളത്തിലെത്തി ഇവരുടെ ഇലക്ഷൻ്റെ ചുമതലയുള്ള കളക്ടർമാരുടെയും ഡെപ്യൂട്ടി കളക്ടർമാരുടെയും യോഗം വിളിക്കുകയും ആ യോഗം വിളിക്കുന്നതോടൊപ്പം അതിൽ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ്. ഉദ്യോഗസ്ഥരുടെ പേരിൽ വകുപ്പ് തല നടപടിയെടുത്താൽ പോരാ, ഇതിനകത്ത് കൃത്യസമയത്ത് ഫോറം വിതരണം ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ പേരിൽ FIR ചുമത്തി ക്രിമിനൽ കേസിൽ പ്രതിയാക്കണം, ഇലക്ഷൻ പ്രക്രിയയെ തടസ്സപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കളക്ടർമാരുടെയും ഡെപ്യൂട്ടി കളക്ടർമാരുടെയും പേരിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന ഒരു ഭീഷണിയും ഈ കളക്ടർമാരുടെയും ഡെപ്യൂട്ടി കളക്ടർമാരുടെയും ഇടയിൽ ഇങ്ങനെ ഇവർ ചുമത്തുന്നുണ്ട്. സ്വാഭാവികമായും ആ ഭീഷണിയുടെ ഒരു സമ്മർദ്ദം തീർച്ചയായും BLOമാരിലേക്ക് ഇവർ പകർന്നു നൽകിയിട്ടുണ്ട്. അതാണ് ഈ BLOയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്.